നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥ ബ്രിട്ടീഷ് എഴുത്തുകാരനും നോവലിസ്റ്റുമായ റെഡ്വാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു കഥയാണ്. കൊച്ചുതൂമായി എന്ന ഒരു കുട്ടിയുടെയും ഒരു ആനയുടെയും കഥയാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. കാലാനാഗെന്ന ആന കെണിയിൽ പെടുന്നതിന് മുന്നേ താൻ ആരായിരുന്നു എന്ന് അവൻ ഒന്ന് ചിന്തിച്ചു. തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചെങ്ങലകളും തൻ്റെ വടവുമെല്ലാം അവൻ മടുത്തിരിക്കുന്നു. കെണിയിൽ പെടുന്നതിന് മുന്നേയുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു. തൻ്റെ ശക്തികളെക്കുറിച്ച് അവൻ ബോധവാനായി. ഇനിയും ഒരു കെട്ട് കരിമ്പിന് വേണ്ടി മനുഷ്യർക്ക് മുന്നിൽ അവൻ്റെ മുതുകു വളക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയും അവൻ ചെയ്തു. പിന്നീട് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്നെ തഴുകി ഒഴുകിപ്പോകുന്ന ഇളങ്കാറ്റും അരുവികളും തൻ്റെ കളികളും ചിരികളും തൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രണയവുമെല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇനിയും പാപ്പാൻ്റെ കൂച്ചുവിലങ്ങില്ലാതെ ആരുടെയും നിയന്ത്രണത്തിന് വഴങ്ങാതെ നേരം വെളുക്കുന്നതിന് മുന്നേ വനത്തിലേക്ക് കയറുവാൻ അവൻ തീരുമാനമെടുത്തു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുന്നെയാണ് അവൻ മനുഷ്യരുടെ കെണിയിൽ പെടുന്നത്. അപ്പോൾ അവന് വയസ്സ് 20. ഇപ്പോൾ അവന് വയസ്സ് 70. ഒരാനയുടേതെന്ന് പറയുവാൻ എല്ലാം തികഞ്ഞു നിൽക്കുന്ന പ്രായം. 50 വർഷങ്ങൾ പിന്നിലേക്ക് അവൻ ചിന്തിച്ചു. ഇന്നത്തത്രയും ശക്തി അന്ന് അവനുണ്ടായിരുന്നില്ല. എന്നിട്ടും മനുഷ്യരെ അവൻ ശക്തമായി എതിർത്തു. ചെളുക്കുണ്ടിൽ ചവിട്ടി നിന്നുകൊണ്ട് അവന്റെ നെറ്റികൾ കൊണ്ട് ചൂണ്ടിയ തോക്കിനെ അവൻ എതിർത്തു. 1942 അഫ്ഗാൻ യുദ്ധത്തിന് മുന്നെയാണ് ഈ സംഭവം നടന്നിരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി അവൻ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 47 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയൊക്കെ ഒരു ആനയ്ക്ക് ഗവൺമെന്റിനെ സേവിക്കാം, അങ്ങനെയെല്ലാം അവൻ സേവനം നടത്തി. അന്ന് കാലാനാഗ് മാത്രമായിരുന്നില്ല മനുഷ്യരുടെ പിടിയിൽപ്പെട്ടത്. അവന്റെ അമ്മയായ രാധാ പ്യാരിയും ഇവർക്കൊപ്പം അന്ന് പിടിക്കപ്പെട്ടിരുന്നു. അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. കാലാനാഗിന്റെ പാൽക്കൊമ്പ് പൊടിയും മുന്നേ തന്നെ അവന്റെ അമ്മ അവന് കുറച്ച് ഉപദേശങ്ങൾ നൽകിയിരുന്നു. അത് ഇങ്ങനെയാണ്: ഭയമുള്ള ആനകൾ എപ്പോഴും ആപത്തിൽപ്പെടും. അവന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അതവനെ ബോധ്യപ്പെടുകയും ചെയ്തു. അവന് 25 വയസ്സ് തികയും മുന്നേ തന്നെ അവന്റെ ഭയവും അവനെ വിട്ട് അകന്നു പോകുകയും ചെയ്തു. അതെങ്ങനെയാണെന്നല്ലേ? അന്ന് പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരു വെടിയൊച്ച അവൻ കേട്ടു. വിരളി പിടിച്ച കാലാനാഗ് ഭയം കൊണ്ടും ഭീതി കൊണ്ടും അവിടെ നിന്ന് ഓടിക്കയറിയത് റൈഫിലുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ മുകളിലേക്കായിരുന്നു. അവന്റെ മൃദുവായ ശരീരത്ത് ബായനറ്റുകൾ അതിന്റെ കൂർത്ത അഗ്രം കൊണ്ട് അവന്റെ മൃദുവായ ശരീരത്തിൽ തുളച്ചു കയറി. അങ്ങനെ 25 തികയുന്നതിന് മുന്നേ തന്നെ അവൻ ഭയത്തിനോടും വിട പറഞ്ഞു. അതിന്റെ ഫലമായി അന്നുവരെ ഇന്ത്യൻ സർവീസിൽ ഉണ്ടായിരുന്ന ആനകളെക്കാൾ അവൻ കൂടുതൽ പരിപാലിക്കപ്പെടുകയും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തു. മറ്റാനകൾ ചെയ്യാൻ ഭയക്കുന്ന പല കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യുവാൻ സാധിച്ചു. അതിൽ നിന്നെല്ലാം പലതരം അനുഭവങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരിക്കൽ അവൻ ഉത്തരേന്ത്യയിൽ ഏകദേശം 1500 പൗണ്ട് ഭാരം വരുന്ന ഒരു ടെന്റ് ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് അവൻ പരേഡും ചെയ്തു. അതും മാത്രമല്ല, ഒരിക്കൽ മറ്റൊരനുഭവവും അവനുണ്ടായിരുന്നു. ആവി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ച് അവനെ പൊക്കിയെടുത്ത് കപ്പലിൽ വയ്ക്കുകയും അവിടെ നിന്ന് ജലത്തിലൂടെ യാത്ര ചെയ്യുവാനും അവന് സാധിച്ചു. പിന്നീടൊരിക്കൽ ഒരു ബീരങ്കി ചുമന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്നും മാറി പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നു. മഗ്ദലയിൽ തീരോ ചക്രവർത്തി മരിച്ചു കിടക്കുന്നതും അവനെ കാണാൻ സാധിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ മടങ്ങി വന്നതോ മറ്റൊരു ആവിക്കപ്പലിലും. ചുമ്മാതുള്ള വരവായിരുന്നില്ല അത്. അബീസീനിയൻ യുദ്ധ മെഡലിനുള്ള അർഹതയോടെയാണ് അവൻ ഇവിടേക്ക് മടങ്ങിയെത്തിയത്. അന്നുണ്ടായിരുന്ന സൈനികർ അങ്ങനെയാണ് പറഞ്ഞു നടന്നത്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് വീണ്ടും 10 വർഷങ്ങൾക്കപ്പുറം അൽ മസ്ജിദിൽ അവന്റെ കൂടെയുള്ള ആനകളിൽ പലതും കഠിനമായ തണുപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും അപസ്മാരം കൊണ്ടും സൂര്യാഘാതമേറ്റും മരിക്കുന്നതും അവനെ കാണേണ്ടി വന്നു. പിന്നീട് അവനെ നിയോഗിച്ചത് ഇവിടെ നിന്നും ഏകദേശം 1000 മൈലുകൾക്കപ്പുറമുള്ള മുൾമീനിയയിലെ ഒരു തടിമില്ലിലായിരുന്നു, തേക്കിൻ തടികൾ അടുക്കി വെക്കുവാൻ. അന്ന് അവിടെ വെച്ച് നടന്ന ഒരു സംഭവം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. അവന്റെ കൂടെ അവിടെ തടി പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാന തടി പിടിക്കുവാൻ വിസമ്മതം കാണിച്ചു. ഇവൻ കൊമ്പുകൊണ്ടും മറ്റും ആ കുട്ടിയാനയെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തി തടി പിടിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ കാലാനാഗിനെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. മറ്റെവിടേക്കുമല്ല,
ഗ്യാരോ മലനിരകളിലേക്കായിരുന്നു. അവിടെ അവനെ നിയോഗിച്ചത് കാട്ടാനകളെ പിടികൂടുക എന്ന ദൗത്യമായിരുന്നു. അവൻ മാത്രമായിരുന്നില്ല അതിന് ട്രെയിനിങ് കിട്ടിയ ഒരു കൂട്ടം കുങ്കിയാനകൾക്കിടയിലേക്കായിരുന്നു അവനെ പറഞ്ഞയച്ചത്. ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ആനകളെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അവർ അതിന് നിയോഗിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുടെ സഹായത്തോടെ വനത്തിൽ നിന്നും കാട്ടാനകളെ പിടികൂടി മെരുക്കിയെടുത്ത് ചട്ടങ്ങൾ പഠിപ്പിച്ച് അവയെ പല പല ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നു. ഇതാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഇനിയും കാലാനാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ കാല് തൊട്ട് തോളുവരെ ഏകദേശം 10 അടി ഉയരം വരും. അവന്റെ കൊമ്പുകൾ വിണ്ടുകീറി പോകാതിരിക്കുവാൻ വേണ്ടി 5 അടി മാറ്റി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതിനു പുറമെ കൊമ്പിന്റെ അറ്റത്ത് വലിയ ചെമ്പ് കമ്പികൾ കൊണ്ട് മുറുക്കി കെട്ടിയിരിക്കുന്നു. പരിശീലനം കിട്ടിയിട്ടില്ലാത്ത കൂർത്ത കൊമ്പുകളുള്ള ആനകൾ അവയുടെ കൊമ്പുകൾ കൊണ്ട് എന്തെല്ലാമാണോ ചെയ്യുന്നത് അവയോ അതിൽ കൂടുതലോ കുറ്റിക്കൊമ്പുള്ള ഇവന് ചെയ്യുവാൻ സാധിക്കും. മലനിരകളിലെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ആനക്കൂട്ടത്തെ വളരെ ശ്രദ്ധാപൂർവം ഭയപ്പെടുത്തി ഓടിച്ച് വലിയ വേലിക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം അതിന്റെ മുന്നിലത്തെ വലിയ തടി കൊണ്ടുണ്ടാക്കിയ വാതിൽ ഉച്ചത്തിൽ അടയ്ക്കുന്നു. അത് തുറന്നു പോകാതിരിക്കുവാൻ വേണ്ടി ആ കവാടവാതിൽ ഒരു വലിയ തടി കൊണ്ട് അടയ്ക്കുന്നു. ഇത്രയും സംഭവിച്ച ശേഷം യജമാനന്റെ ആജ്ഞപ്രകാരം ഒരു വലിയ ചിഹ്നം വിളിയോടെ ഗദ്ദയ്ക്കുള്ളിൽ കൂടി നിൽക്കുന്ന ആനകൾക്കിടയിലേക്ക് അവൻ അലറി വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്നു. കൂട്ടത്തിലെ കാടത്തം നിറഞ്ഞതും ബലവാനും മെരിക്കാൻ പ്രയാസമുള്ളതുമായ ആനകളെ തിരഞ്ഞു പിടിച്ച് അവന്റെ കുറ്റിക്കൊമ്പ് കൊണ്ട് കുത്തിയും ഉന്തിയും തെള്ളിയുമെല്ലാം അവൻ അടിയുറവ് പറയിപ്പിക്കുന്നു. അപ്പോഴേക്കും കൂടെയുള്ള മറ്റാനകളും ബാക്കിയുള്ള കുട്ടിക്കൊമ്പന്മാരെയും തളയ്ക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് രാത്രിയിലെ തീപ്പന്തത്തിന്റെ ചിന്നിച്ചിതറിയ വെളിച്ചത്തിനുള്ളിലാണ്. അവൻ കാട്ടാനകളെ മാത്രമാണോ കാലാനാഗ് കീഴ്പ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അല്ല എന്നാണ്. പ്രായം ചെന്ന ബുദ്ധിമാനായ കാലാനാഗ് എന്ന ആന അവന്റെ ജീവിതത്തിൽ പലപ്പോഴും മുറിവേറ്റ കടുവകളുമായി പലപ്പോഴും മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു യുദ്ധമുറയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. കടുവകളുടെയോ പുലികളുടെയോ കയ്യിൽ നിന്നുമുള്ള ആക്രമണത്തിൽ മുറിവേൽക്കാതിരിക്കുവാൻ വേണ്ടി അവന്റെ തുമ്പിക്കൈ ആദ്യം അവൻ ചുരുട്ടിപ്പിടിക്കുന്നു. ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അവിടെ നേരെ ചാടിയടുക്കുന്ന കടുവകളെ അല്ലെങ്കിൽ പുലികളെ വായുവിൽ വെച്ച് തന്നെ അവൻ നേരിടുന്നു. തലയൊന്ന് ചരിച്ച് വായുവിലൂടെ പൊന്തി വരുന്ന കടുവയെ അല്ലെങ്കിൽ പുലിയെ അവൻ ഇടിച്ച് നിലത്തേക്കിടുന്നു. അതിനുശേഷം അവയുടെ ശരീരത്തിലേക്ക് അവന്റെ കാൽമുട്ട് വെച്ച് അമർത്തുന്നു. പിന്നെ അവന്റെ ശരീരഭാരം മുഴുവൻ ആ കടുവയുടെ അല്ലെങ്കിൽ ആ പുലിയുടെ ദേഹത്തേക്ക് പ്രയോഗിക്കുന്നു. ജീവന്റെ തുടിപ്പ് വരെ അവസാനിക്കുന്നതുവരെ അതവൻ തുടരുകയും ചെയ്യും. കടുവയുടെ അല്ലെങ്കിൽ പുലിയുടെ ജീവൻ അവസാനിച്ച ശേഷം ഒരു പാവയെ എടുത്ത് കളയുന്ന ലാഘവത്തോടെ ആ പതുപതുത്ത മൃതദേഹം അവൻ വാലിൽ ചുരുട്ടി എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. അവന് ഒന്നിനെയും ഭയമില്ല. എന്നാൽ ഭയമുള്ളത് എന്നെ മാത്രമാണ്. അവന്റെ ഇപ്പോഴത്തെ പാപ്പാനും അവനെ അബീസീനിയയിലേക്ക് കൊണ്ടുപോയ കറുത്ത തോമയുടെ മകനും അവൻ പിടിക്കപ്പെടുന്നതിന് സാക്ഷിയായ ആനകളുടെ തൂമിയുടെ പേരക്കുട്ടിയുമായ വലിയ തൂമി പറഞ്ഞു, ഇവനാകെ പേടിയുള്ളത് എന്നെ മാത്രമാണ്. ഈ കറുത്ത സർപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ 3 പരമ്പര അവനെ പരിചരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അവൻ കണ്ടു കഴിഞ്ഞു. എനിക്ക് ഉറപ്പാണ് അവൻ നമ്മുടെ 4ാമത്തെ പരമ്പരയും കാണും. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ അരികത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കാലാനാഗിനെ എന്നെയും പേടിയാണ്. അവനെ കഷ്ടിച്ച് 4 അടി മാത്രമേ പൊക്കം വരൂ. ഒരു കുഞ്ഞു തുണി അവന്റെ അരയിൽ ചുറ്റിയിരുന്നു. ഏകദേശം 10 വയസ്സ് മാത്രമേ അവന് പ്രായം വരൂ. അവൻ വലിയ തൂമിയുടെ മകനാണ്. അവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ച് അവൻ വളർന്നു വലുതാവുമ്പോൾ ഇവനായിരിക്കും വലിയ തൂമിയുടെ സ്ഥാനം അലങ്കരിക്കുന്നത്. അന്ന് കാലാനാഗിന്റെ പുറത്ത് അവന്റെ പരമ്പരകളായി കൈമാറി വന്ന തോട്ടിയുമേന്തി അവൻ അങ്ങനെയിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ അവൻ നെഞ്ചു വിരിച്ചു നിന്നാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല. അവൻ ജനിച്ചതും വളർന്നതുമെല്ലാം കാലാനാഗിന്റെ നിഴലിലാണ്. എന്തിന് അവൻ പിച്ച വെച്ച് പഠിച്ചത് പോലും അവന്റെ തുമ്പിക്കൈയിൽ പിടിച്ചുകൊണ്ടാണ്. ഇത്രയും മതിയായിരിക്കുമല്ലോ അവന്റെ ധൈര്യം വിളിച്ചോതുവാൻ. അങ്ങനെ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കോൺപൂർ ആനവരികളെ പറ്റിയുള്ള സംസാരം അവിടേക്ക് കടന്നു വരുന്നത്. വല്യതുമ്മി പറഞ്ഞു, ആഹാ, കോൺപൂർ ആനവരികൾ അവിടെ ഏകദേശം 3 മണിക്കൂർ മാത്രമേ ജോലി ചെയ്താൽ മതിയായിരുന്നു. അതുമാത്രമല്ല, അത്യാവശ്യ സാധനങ്ങൾ മേടിക്കുവാൻ അടുത്ത് ബസാറുമുണ്ടായിരുന്നു. കൊച്ചുതുമ്മിക്ക് ഓർമ്മയുണ്ട് കോൺപൂർ ആനവരികൾ. അവനെ അതിഷ്ടമല്ല.
അവനിഷ്ടം ഈ ക്യാമ്പ് തന്നെയാണ്. ആനകൾക്ക് നടക്കാൻ മാത്രം സാധിക്കുന്ന വീതിയുള്ള ആനപ്പാതകളും പിന്നെ പുല്ലു തേടിയുള്ള താഴ്വരയിലേക്കുള്ള അലച്ചിലുമെല്ലാം അവന് ഇഷ്ടമല്ല. അതുമാത്രമല്ല, പിന്നെ മണിക്കൂറുകളോളം ഒന്നും ചെയ്യാനില്ലാതെ അസ്വസ്ഥനായി ആനകൾക്കിടയിൽ വരിയിൽ നിൽക്കുന്ന കാലാനാഗിനെ കാണുവാനും അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ ക്യാമ്പിൽ സ്ഥിതി മറിച്ചാണ്. ആനകൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കാട്ടുപാതയും അങ്ങ് ദൂരെ വനത്തിൽ മേയുന്ന ആനകളും വനത്തിനുള്ളിലേക്ക് കാലാനാഗ് കടക്കുമ്പോൾ അവന്റെ കാലിനടിയിലൂടെ പേടിച്ചരണ്ടോടുന്ന മയിലുകളും മാനുകളും പന്നികളും ഇളം ചൂടുള്ള മഴയിൽ പുകയുന്ന മലകളും ഇളം മഞ്ഞു മൂടിയ പ്രഭാതവും കാട്ടാനകളെ മലകളിൽ നിന്നും വിരട്ടി തെളിച്ചു കൊണ്ടുവരുന്ന ആ വരവും ഒരു കാട്ടാർ എങ്ങനെയാണോ ഒഴുകി പോകുന്നത് അതുപോലെ കാട്ടാനകളെല്ലാം ഒഴുകി വേലിക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തിറങ്ങാനാകാതെ അവയവിടെ കടന്ന് ഉച്ചയുണ്ടാക്കുന്നതും അവയെ ശാന്തമാക്കുവാൻ വേണ്ടി കാലാനാഗ് ഉച്ചത്തിൽ അലറി അവിടേക്ക് ഓടിപ്പായുന്നതും അതിന് തൊട്ടു മുന്നേയുള്ള ദിവസങ്ങളിലെ ഒരുക്കലും ബഹളവുമെല്ലാമാണ് കൊച്ചുതോമയ്ക്ക് ഇഷ്ടം. തീപ്പന്തങ്ങൾ തെളിച്ചും ഉച്ചത്തിൽ അവിടെ നിൽക്കുന്ന ആളുകൾ അലറിയും പൊള്ളയായ വെടികൾ വെച്ച് ശബ്ദമുണ്ടാക്കുന്നതും അതെല്ലാം മറികടന്നുകൊണ്ട് കാലാനാഗിന്റെ ഉച്ചത്തിലുള്ള അലർച്ച അവിടെ ഉയർന്നു കേൾക്കുന്നതുമെല്ലാമാണ് കൊച്ചുതുമ്മിക്ക് ഇഷ്ടം. ഗദയിൽ ഒരു കൊച്ചുകുട്ടി വരെ ഉപകാരപ്രദമാണ്. നമ്മുടെ കൊച്ചുതുമ്മി 3 കുട്ടികൾക്ക് തുല്യമാണ്. ഗദ്ദയിലേക്ക് ആന വന്ന് കയറിയാൽ അവിടെ ലോകാവസാനം പോലെ ശബ്ദമുഖരിതമായിരിക്കും. പരസ്പരം പറയുന്നത് പോലും ഒന്നും കേൾക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചുതുമ്മി ഇളകിയാടുന്ന ആ ഗദ്ദയുടെ ഒരു തൂണിലേക്ക് വലിഞ്ഞു കയറും. അവന്റെ കയ്യിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ പന്തം ഉച്ചത്തിൽ അലറി വീശിക്കാട്ടും. അങ്ങനെ അവിടെ വീശിക്കാണിക്കുന്ന ആ തീപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അവനെ കാണുവാൻ സാധിക്കും. ഇളകിയാടുന്ന അവന്റെ അലസമായിട്ടിരിക്കുന്ന ചെമ്പിച്ച മുടി അവന്റെ തോളോളം വളർന്നു കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവനെ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ഭൂതമാണെന്ന് പോലും തോന്നിപ്പോകും. ഗദ്ദയിലെ ബഹളങ്ങളെല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ അവിടെ ഉയർന്നു കേട്ട ചിഹ്നം വിളിയിലും തളയ്ക്കപ്പെട്ട ആനകളുടെ ഞരക്കത്തിലും പൊട്ടിയ വടങ്ങളുടെ ശബ്ദത്താലും ഉച്ചത്തിൽ അവന്റെ അലർച്ച നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ആ അലർച്ച മറ്റൊന്നുമല്ല, അവൻ ആ കാലാനാഗിനെ പ്രോത്സാഹിപ്പിക്കുന്ന ശബ്ദമാണ്. മുന്നോട്ട് നടന്നു ചെല്ലൂ എൻ്റെ കാലാനാഗേ, നിന്റെ കൂർത്ത കൊമ്പുകൊണ്ട് അവനെ കുത്തിയിടൂ, ഒന്ന് സൂക്ഷിക്കൂ, അവനെ മുന്നോട്ട് ഇടിച്ചിടൂ, തൂണ് നോക്കണേ, ഒന്ന് വേഗം ചെയ് എന്നെല്ലാം പറഞ്ഞ് അവൻ ആ തൂണിന്റെ പുറകിലിരുന്ന് ഉച്ചത്തിൽ അലറും. കാലാനാഗും ഏതെങ്കിലും ഒരു കൊമ്പനും തമ്മിലുള്ള യുദ്ധം മൂർധന്യത്തിലെത്തുന്ന സമയം, മറ്റാനപ്പാപ്പാന്മാരും ആനകളുമെല്ലാം ഒന്ന് ശാന്തമായി നിൽക്കുന്ന സമയം, തൂണിന്റെ മുകളിലിരുന്ന് ആഹ്ലാദിക്കുന്ന ആ കൊച്ചുതുമ്മിയെ അവരെല്ലാം ഒന്ന് നോക്കും, തലയാട്ടും. അതുമാത്രമാണോ അവൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഒരിക്കൽ ഒരു സംഭവം അവിടെ അരങ്ങേറി. അവൻ ആഹ്ലാദിച്ചുകൊണ്ട് ആ തൂണിന് മുകളിൽ ഇരിക്കുന്ന സമയം അപ്പോൾ ഒരു പാപ്പാൻ ഒരു കുട്ടിക്കൊമ്പനെ തളയ്ക്കുകയായിരുന്നു. വടമഴിഞ്ഞ് നിലത്തേക്ക് വീണു. ഒരു ഭയവും പേടിയുമില്ലാതെ കൊച്ചുതോമ ആ തൂണിന് മുകളിൽ നിന്നും അകത്തേക്ക് ഗദ്ദയ്ക്കകത്തേക്ക് ഊർന്നിറങ്ങി. അതിനുശേഷം കാട്ടാനകൾക്കിടയിലൂടെ അവൻ ഓടി ആ വടത്തിനരികിലേക്ക്. അങ്ങനെ അഴിഞ്ഞു വീണ വടം എടുത്ത് പാപ്പാന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് ഏറ്റവും വലിയ അപകടകരമാണ്. വലിയ ആനകളെക്കാൾ അപകടകാരികളാണ് കൊച്ചു കൊമ്പന്മാർ. എന്തോ ഭാഗ്യത്തിന് കാലാനാഗ് കൊച്ചുതൂമിയെ കണ്ടു. കൊച്ചുതൂമിയെ കണ്ട ഉടനെ തന്നെ അവന്റെ അരികിലേക്ക് പാഞ്ഞു വരികയും അവന്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് വല്യതൊമ്മിയുടെ കൊടുക്കുകയും ചെയ്തു. വല്യതൊമ്മി അവിടെ വെച്ച് തന്നെ അവനെ ഒരു അടിയും കൊടുത്തു. അതുപോലെ തന്നെ ആ തൂണിന് മുകളിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയും വല്യതോമി കൊച്ചുതോമിയെ ശകാരിച്ചു നല്ലതുപോലെ. ഇവിടുത്തെ ഈ ഗദ്ദയും ഇടയ്ക്കുള്ള ഈ കൂടാരം ചുമക്കലും പോരാത്തതിനെ തുടർന്നാണോടാ നീ ഗദ്ദയിലേക്ക് ഇറങ്ങി ആനയെ പിടിക്കാൻ ഇറങ്ങിയത്? നിനക്കെന്തെങ്കിലും ബോധമുണ്ടോടാ, ഒന്നിനും കൊള്ളാത്തവനെ? ഇങ്ങനെയെല്ലാം പറഞ്ഞ് വല്യതോമി അവനെ ശകാരിച്ചു കൊണ്ടിരുന്നു. നിനക്കെന്തറിയാം കുരുത്തം കെട്ടവനെ, എന്നേക്കാൾ കുറച്ച് വേതനം കൈപ്പറ്റുന്നവർ ആ നശിച്ച വേട്ടക്കാർ പീറ്റേഴ്സൺ സാഹിബിനോട് ഈ വിവരമെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും കൊച്ചുതൂമി ഒന്ന് ഭയന്നു. അവന് വെള്ളക്കാരെ പറ്റി യാതൊരു അറിവുമില്ല. എന്നാൽ അവൻ അറിയാവുന്ന ഏറ്റവും വലിയ വെള്ളക്കാരൻ പീറ്റേഴ്സൺ സാഹിബാണ്, ഈ ഗദ്ദയുടെ തലവൻ. ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ആനകളെ പിടിക്കുന്ന ആൾ. ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ആനകളെ പറ്റി ഏറ്റവും അറിവുള്ള ഒരാൾ കൂടിയാണ് പീറ്റേഴ്സൺ. പീറ്റേഴ്സൺ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇതിനു മുന്നേ ചെയ്ത കഥകളിൽ പീറ്റേഴ്സണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥയും ചെയ്തിട്ടുമുണ്ട്. കൊച്ചുതൂമി ഭയന്നുകൊണ്ട് വല്യതൂമിയോട് ചോദിച്ചു, അദ്ദേഹം അറിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ അവന്റെ പിതാവ് പറഞ്ഞു, വളരെ മോശമായത് ഉണ്ടാകും. അദ്ദേഹം ഒരു കിറുക്കനാണ്. അല്ലെങ്കിൽ ഈ കാട്ടിൽ വന്ന് എന്തിനാണ് അദ്ദേഹം ഈ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത്?
ഒരുപക്ഷെ നിന്നെയും അദ്ദേഹം പിടിച്ച് ഒരു വേട്ടക്കാരനാക്കും, ഈ നശിച്ച വനത്തിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുവാൻ വേണ്ടി, ഈ ഗദ്ദയിൽ വെച്ച് ഏതെങ്കിലും ഒരു ആനയുടെ ചവിട്ടേറ്റ് ചതഞ്ഞരയുവാൻ വേണ്ടി. എന്തായാലും അടുത്ത ആഴ്ച ഈ ഗദ്ദ അവസാനിക്കുകയാണ്. നമ്മളെയൊക്കെ നമ്മുടെ സ്റ്റേഷനിലേക്ക് തിരിച്ചയക്കും. എന്തായാലും അതെനിക്കൊരു ആശ്വാസമാണ്. വല്യതുമ്മി പറഞ്ഞു. എന്റെ മകനെ, നീ ഈ നശിച്ച കാട്ടിൽ കടന്ന് അസാമീസ് കാട്ടുജാതിക്കാരുടെ ജോലിയിൽ കൈകടത്തുന്നത് എനിക്കൊട്ടും ഇഷ്ടമാകുന്നില്ല. കാലാനാഗ് എന്നെ മാത്രമാണ് അനുസരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവന്റെ കൂടെ ഗദ്ദയിൽ പോയേ പറ്റൂ. അവനെ മെരുക്കുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, തളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനൊരു വേട്ടക്കാരനല്ല, ഞാനൊരു പാപ്പാനാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു മാനസിക സംഘർഷങ്ങളും ഇല്ല. ഞാൻ ഇവിടുന്ന് വിരമിക്കുകയാണെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടും. എന്താ ആനയുടെ തൂമിയുടെ കുടുംബം ഇവിടുത്തെ ആനകൾക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതാണോ? വിവരം കെട്ടവനെ, വല്യതൂമി കൊച്ചുതൂമിയോട് ചോദിച്ചു. എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാടാ കുരുത്തം കെട്ടവനെ? നീ പോയി കാലാനാഗനെ കുളിപ്പിക്കാൻ നോക്കടാ, പോടാ. അവനെ കുളിപ്പിക്കുമ്പം അവന്റെ കാലിൽ തറച്ചു കയറിയിരിക്കുന്ന മുള്ളുകളും ഊരിക്കളയണം. ഇല്ലെങ്കിൽ പീറ്റേഴ്സൺ സാഹിബ് വന്ന് നിന്നെയും ഒരു വേട്ടക്കാരനാക്കും. ആനകളുടെ ട്രാക്കുകൾ പിന്തുടരാൻ വിധിക്കപ്പെട്ടവൻ കാട്ടുകോരങ്ങൻ. അയ്യേ, എന്തൊരു നാണക്കേടാണത്. ഒന്ന് പോടാ. കൊച്ചുതുമ്മി മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് കാലാനാഗിനെ കുളിപ്പിക്കുവാനായി പോയി. കൊച്ചുതുമ്മി ആനയെ കുളിപ്പിക്കുന്നതിനിടയിൽ അവന്റെ സങ്കടങ്ങളെല്ലാം അവനോട് പങ്കുവെച്ചു. അവന്റെ കാലുകളിലെ ഓരോ മുള്ളുകളും വലിച്ചൂരുന്നതും അവനായിരുന്നു. ആനയുടെ ചെവി വൃത്തിയാക്കി അവന്റെ മുൻകാലുകളിലെ ഒരു വലിയ മുള്ള് ഊരിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇതെല്ലാം ശരിയാവും. എന്നാലും ആരാണ്ടൊക്കെ എന്റെ കാര്യം പീറ്റേഴ്സൺ സാഹിബിനോട് പറഞ്ഞെന്നാണ് പിതാവ് പറഞ്ഞത്. അവൻ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ആശ്വാസം കൊണ്ടു. പിന്നീടുള്ള ദിവസങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ആനയെ മെരിക്കുവാനും അവയെ താഴോട്ടും മുകളിലോട്ടും വശങ്ങളിലോട്ടും നടക്കുവാനും പഠിപ്പിക്കുന്നതിന്റെയും കേടായ കമ്പിളിപ്പൊതപ്പുകളും പൊട്ടിയ വടത്തിന്റെയും കണക്കുകൾ എടുക്കുന്നതിന്റെ തിരക്കിലും കടന്നുപോയി. 2 ദിവസങ്ങൾക്കപ്പുറം പീറ്റേഴ്സൺ സാഹിബ് അവിടേക്ക് വന്നു. അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്മിനി എന്ന ആനയുടെ പുറത്തായിരുന്നു. ബുദ്ധിമതിയായ ഒരാനയാണത്. ഈ വർഷത്തെ സീസൺ അവസാനിക്കുന്നത് കൊണ്ട് മറ്റ് ഗദ്ദയിൽ കൊടുക്കുവാനുള്ള കൂലികളെല്ലാം കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആളുകൾക്ക് വേണ്ട കൂലി കൊടുക്കുവാൻ വേണ്ടി ആ നാട്ടുകാരൻ തന്നെ ആയ ഒരു ക്ലർക്ക് ഒരു വലിയ മരത്തിന്റെ താഴെ ഒരു ഡെസ്കും പിടിച്ചിട്ട് ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ പതിയെ ഓരോരുത്തരായി ആ ഡെസ്കിന്റെ അരികിലേക്ക് ചെന്ന് അവരുടെ കൂലി കൈപ്പറ്റി അതിനുശേഷം അവിടെ നിന്ന് തിരികെ അവരുടെ ആനകളുടെ അരികിലേക്ക് പോയി ആനയും തെളിച്ചുകൊണ്ട് തിരികെ പോകേണ്ട വരിയിലേക്ക് പോയി നിന്നു. ആനവേട്ടക്കാരും ആനപിടുത്തക്കാരും ചെണ്ടകൊട്ടക്കാരും ക്യാമ്പിലെ സ്ഥിരം അംഗങ്ങളും എപ്പോഴും കാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകളിൽ ചിലർ പീറ്റേഴ്സൺ സാഹിബിന്റെ സ്ഥിരം സൈന്യത്തിലെ ആനകളുടെ പുറത്തിരുന്നും തോക്കും പിടിച്ചുകൊണ്ട് മരത്തിൽ ചാരി നിന്നും മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ടും തിരിച്ചു പോകുവാൻ തയ്യാറെടുക്കുന്ന പാപ്പന്മാരെ കളിയാക്കിയും അതുപോലെ കുട്ടിക്കൊമ്പന്മാരുടെ കുസൃതി കണ്ട് പൊട്ടിച്ചിരിച്ചും അവരങ്ങനെ അവിടെ ഇരുന്നു. വലിയ തുമ്മി കൊച്ചുതുമ്മിയും കൊണ്ട് അവരുടെ വേതനം മേടിക്കുവാൻ വേണ്ടി ആ ഡെസ്കിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ വേട്ടക്കാരുടെ തലവനായ മച്ചു അപ്പ തന്റെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ദേണ്ട പോകുന്നു നല്ലൊരു ആനക്കാരനാകാൻ പോകുന്ന സാധനം. അവനെ നാട്ടിലേക്ക് അയച്ച് അവന്റെ കഴിവുകളെ ഇല്ലാതാക്കുന്നത് എന്തൊരു കഷ്ടമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് പീറ്റേഴ്സൺ സാഹിബ് തന്റെ ആനയുടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും ചെവിയാണ്. താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് പോലും അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിയും. ഒരു പക്ഷേ താഴ്ന്ന സ്വരത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ആനകളുമായി ഇടപഴകുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് സാധ്യമാകുന്നത്. പീറ്റേഴ്സൺ സാഹിബ് തന്റെ പത്മിനി എന്ന ആനയുടെ പുറത്തിരുന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഞാൻ കേൾക്കുന്നത്? നാട്ടിൽ നിന്ന് വന്ന പാപ്പാന്മാരുടെ ഇടയിൽ ഒരു ചത്ത ആനയെ പോലും തളയ്ക്കാൻ കെൽപ്പുള്ള ഒരാൾ ഉള്ളതായി എന്റെ അറിവിലില്ല. അപ്പോൾ മച്ചുവപ്പ പറഞ്ഞു, ഇത് വലിയ ആളൊന്നുമല്ല, ഇതൊരു കൊച്ചു കുട്ടിയാണ്. അതിനുശേഷം അദ്ദേഹം അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവൻ ചെയ്തത് എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? കഴിഞ്ഞ തവണ ഗദ്ദ പിടിക്കുന്ന സമയത്ത് നമ്മളൊരു കുട്ടിയാനെ പിടിച്ചില്ലേ, പുള്ളിപ്പാണ്ടുള്ള. അവന്റെ അമ്മയുടെ അരികിൽ നിന്നും അവനെ മാറ്റുന്ന സമയം ബെർമുവിന്റെ കയ്യിൽ നിന്നും വടമഴിഞ്ഞ് താഴേക്ക് വീണു. അത് വീണ സമയത്ത് അതെടുത്ത് തിരിച്ചെറിഞ്ഞു കൊടുത്തത് ഈ കൊച്ചു കുട്ടിയാണ്. കൊച്ചുതുമ്മി പീറ്റേഴ്സൺ സാഹിബിനെ താഴ്ന്ന് തൊഴുതു. പീറ്റേഴ്സൺ സാഹിബ് ഉച്ചത്തിൽ ചോദിച്ചു, ഇവനാണോ വടമെടുത്തെറിഞ്ഞു കൊടുത്തത്? ഇവനൊരു തോട്ടിമുനയേക്കാൾ വളരെ ചെറുതാണല്ലോ. മോനെ, എന്താണ് നിന്റെ പേര്? ഭയം കൊണ്ട് അവനൊന്നും പറയുവാൻ സാധിച്ചില്ല. അവൻ തന്റെ പിന്നിൽ നിൽക്കുന്ന കാലാനാഗിനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കാലാനാഗ് അവനെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് തന്റെ മുന്നിൽ നിൽക്കുന്ന പത്മിനിയുടെ മസ്തകത്തിന്റെ അത്രയും പൊക്കത്തിൽ അവനെ പോക്കി പിടിച്ചു. ആനകളെ പറ്റിയുള്ള എല്ലാ വിവരവും നിനക്കറിയാമല്ലോ. നീ എന്തിനാണ് ഈ വിദ്യ ഈ ആനയെ പഠിപ്പിച്ചത്? പെരയുടെ മുകളിൽ ഉണക്കാനിട്ടിരിക്കുന്ന ചോളം പെറുക്കിയെടുക്കുവാൻ വേണ്ടിയാണോ? ഒരു പുഞ്ചിരിയോടെ പീറ്റേഴ്സൺ സാഹിബ് അവനോട് ചോദിച്ചു. നാണത്താൽ കൊച്ചുതുമ്മി അവന്റെ മുഖം മറച്ചു.
എന്നിട്ട് കൊച്ചുതുമ്മി ഇങ്ങനെ പറഞ്ഞു, അന്നനാഥാവേ, ഒരിക്കലും ചോളമല്ല, മത്തൻ പെറുക്കുവാൻ വേണ്ടിയാണ്. അത് കേട്ടതോടെ ചുറ്റുമിരുന്നവർ പൊട്ടിച്ചിരിച്ചു. അവരിൽ പലരും അവർ കുഞ്ഞായിരുന്നപ്പോൾ ഈ സൂത്രവിദ്യ അവരുടെ ആനകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം കൊച്ചുതുമ്മി ഭൂമിയിൽ നിന്നും ഏകദേശം 8 അടി ഉയരത്തിലായിരുന്നു. അതും തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു നിമിഷത്തേക്ക് അവൻ 8 അടി താഴ്ചയിൽ ആയിരുന്നു എങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ വല്യതുമ്മയുടെ ശബ്ദം അവിടെ കേൾക്കാൻ കഴിഞ്ഞു. ഇതാണ് കൊച്ചുതുമ്മി, എൻ്റെ മകനാണ്, നെറ്റി ചുളിച്ചുകൊണ്ട് വല്യതുമ്മി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, ഇവനൊരു വൃത്തികെട്ട ചെറുക്കനാണ്, ഒരിക്കൽ ഇവൻ ജയിലിനകത്താകും, അതെനിക്കറിയാം. അതിനു മറുപടിയായി പീറ്റേഴ്സൺ സാഹിബ് പറഞ്ഞത് ഇതാണ്, അതിലെനിക്ക് സംശയമുണ്ട്, ഇവൻ അച്ഛനേക്കാൾ കേമനാകും. കാരണം മറ്റൊന്നുമല്ല, ഒട്ടും ഭയമില്ലാതെ കാട്ടാനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വടമെടുത്ത് എറിഞ്ഞു കൊടുക്കുവാൻ കെൽപ്പുള്ള ഇവൻ ഒരിക്കലും ജയിലിലാകില്ല. അതിനുശേഷം പീറ്റേഴ്സൺ സാഹിബ് തന്റെ പോക്കറ്റിൽ നിന്നും 4 അണ എടുത്ത് അവന് കൊടുത്തു കഴിഞ്ഞ് പീറ്റേഴ്സൺ സാഹിബ് പറഞ്ഞത്, നീ മുട്ടായി മേടിച്ച് തിന്നോ മോനെ എന്നാണ്. പീറ്റേഴ്സൺ സാഹിബ് ഇതുകൂടി പറഞ്ഞു, എന്റെ മോനെ, നിന്റെ തലയിൽ വേണ്ടതെല്ലാം ഉണ്ട്, നിനക്കൊരു കാലം വരുമ്പോൾ നീ ഏറ്റവും വലിയൊരു വേട്ടക്കാരനാകും. ഇത് കേട്ടതും വല്യതുമ്മിയുടെ നെറ്റി നല്ലപോലെ ഒന്ന് ചുളിഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം ഒരു വാണിംഗ് കൂടി അദ്ദേഹം കൊടുക്കുകയുണ്ടായി. നീ ഒന്നുകൂടി ഓർക്കണം മകനെ, ഗദ്ദ എന്നത് ഒരു കുട്ടിക്ക് കളിക്കുവാൻ പറ്റിയ ഒരു സ്ഥലമല്ല. അപ്പോൾ കൊച്ചുതുമ്മി ഒന്ന് വിലങ്ങി, ഒന്ന് ചോദിച്ചു, അപ്പോൾ ഇനിയും ഞാൻ ഗദ്ദയിലേക്ക് പോകരുതെന്നാണോ അങ്ങ് പറയുന്നത്? പീറ്റേഴ്സൺ സാഹിബ് ഒന്നുകൂടി ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് പോകാം, നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം. എന്നാണോ നീ ആനകളുടെ നൃത്തം കാണുന്നത് അന്ന് നീ കണ്ടാൽ നീ എന്നോട് വന്ന് പറയണം, ഞാൻ തന്നെ നിന്നെ ഗദ്ദയിലേക്ക് കൊണ്ടുപോകാം. പിന്നെയും അവിടെ പൊട്ടിച്ചിരികൾ ഉയർന്നു വന്നു. കാരണം അതും ആനവേട്ടക്കാരുടെ ഒരു നേരമ്പോക്കാണ്, അത് മറ്റൊന്നും കൊണ്ടല്ല. അതിനർത്ഥം അതൊരിക്കലും സംഭവിക്കില്ല എന്നതാണ്. ഉൾക്കാട്ടിൽ അവിടെ ഇവിടെയായി ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന തരിശിടങ്ങളുണ്ട്. ഇത് ആനകളുടെ നൃത്തക്കളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ യാദൃശ്ചികമായി മാത്രമാണ് ഇവ മനുഷ്യരുടെ കണ്ണിൽപ്പെടുന്നത്. അതും മാത്രമല്ല, ഇന്നുവരെ ആനകൾ നൃത്തം വെക്കുന്നത് ആരും കണ്ടിട്ടുമില്ല. ഏതെങ്കിലും ഒരു ആനക്കാരൻ വീരവാദം ഇങ്ങനെ മുഴക്കുമ്പോൾ മറ്റൊരു ആനക്കാരൻ അവരെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കും, പിന്നെ നീ എപ്പോഴാണ് ആണുങ്ങളുടെ നൃത്തം കണ്ടു എന്ന് പറഞ്ഞത്? കാലനാഗ് പതിയെ കൊച്ചുതുമ്മിയെ നിലത്ത് നിർത്തി. കൊച്ചുതുമ്മി പീറ്റേഴ്സൺ സാഹിബിനെ ഒന്നുകൂടി വണങ്ങിയ ശേഷം തന്റെ പിതാവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങി. പീറ്റേഴ്സൺ സാഹിബ് അവന്റെ കയ്യിൽ കൊടുത്ത 4 അണ അവൻ അവന്റെ അമ്മയുടെ കൊടുത്തു. അവന്റെ അമ്മ അപ്പോൾ അവന്റെ കുഞ്ഞനുജന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവരെല്ലാം പതിയെ കാലാനാഗിന്റെ പുറത്തേക്ക് കയറി. അങ്ങനെ പതിയെ ആനകളുടെ ആ നിര ഞെരുങ്ങിയും കുലുങ്ങിയും മൂളിയും പതുക്കെ നാട്ടിലേക്കുള്ള മലയിറങ്ങി. ഇടയ്ക്ക് വനത്തിൽ നിന്നും പിടികൂടിയ ആനകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ അവയെ ലാളിച്ചും തലോടിയും തല്ലുകൊടുത്തും അടക്കിയും ഒതുക്കിയും അവയെ മലയിറക്കുമ്പോൾ വലിയ രസമാണ് ഉണ്ടാകുന്നത്. അതൊരു രസകരമായ കാഴ്ചയാണ്. എന്നാൽ വലിയതുമ്മിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ കാലാനാഗിനെ അവന്റെ തോട്ടിക്കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കൊച്ചുതുമ്മി വളരെ സന്തോഷവാനായിരുന്നു. പീറ്റേഴ്സൺ സാഹിബ് തന്നെ ശ്രദ്ധിച്ചെന്ന് മാത്രമല്ല, തനിക്ക് പൈസയും അദ്ദേഹം തന്നിരിക്കുന്നു. അവന് കിട്ടിയ സന്തോഷത്തിന്റെ അളവ് എത്രയുമാണെന്ന് അറിയാൻ മുഴുവൻ പട്ടാളക്കാരുടെ മുന്നിൽ വെച്ച് ഏറ്റവും ഉയർന്ന പട്ടാള മേധാവി ഒരു സാധാരണ പട്ടാളക്കാരന് ഒരു പ്രശംസ കൊടുക്കുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് ആ പട്ടാളക്കാരൻ ഉണ്ടാകുന്നത്. അത്രയും സന്തോഷം തന്നെ ഉണ്ടായിരുന്നു കൊച്ചുതുമ്മിക്കും. കൊച്ചുതുമ്മി അവന്റെ അമ്മയോട് ചോദിച്ചു, പീറ്റേഴ്സൺ സാഹിബ് ആനയുടെ നൃത്തം എന്ന് പറഞ്ഞിരുന്നു, അതെന്താണ് എന്ന് താഴ്ന്ന സ്വരത്തിൽ. അത് കേട്ടതും വല്യതുമ്മിക്ക് ദേഷ്യം വന്നു. ഒന്ന് മുരണ്ടുകൊണ്ട് അവൻ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരിക്കലും നീ ഈ മുരട് പിടിച്ച വേട്ടക്കാരുടെ കൂട്ടത്തിൽ കൂടരുതെന്ന്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, മറ്റൊന്നുമല്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വല്യതുമ്മി മുന്നിൽ പോകുന്ന ആനക്കാരോട് പറഞ്ഞു, എന്താണ് അവിടെ പ്രശ്നം? അപ്പോൾ ആസാംകാരനായ ആ ആനപ്പാപ്പൻ പറഞ്ഞു, കാലാനാഗിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണേ, എന്റെ ഈ കുട്ടിയാനെ ഒന്ന് പാഠം പഠിപ്പിക്കേ, അവന് മുന്നോട്ട് പോകാൻ ഒരു പാട്. അപ്പോൾ വല്യതുമ്മി പറഞ്ഞു, ഈ കഴുതകളായ ആളുകളിലൂടെ എന്നെ എന്തിനാണ് പീറ്റേഴ്സൺ സാഹിബ് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കാലാനാഗിനെ അവിടേക്ക് അദ്ദേഹം നയിച്ചു. ആ കുട്ടിക്കൊമ്പന്റെ വാരിലിനിട്ട് ഒരു കുത്തു കൊടുത്തു. അങ്ങനെ അവനെ വരുതിക്ക് കൊണ്ടുവരുന്ന സമയം വലിയതോമ ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഈ കാട്ടിലെ ആനകളെ എല്ലാം തൂത്തുവാരി, എന്നാൽ ഇത്തവണ അത് നിന്റെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ ഈ കാട്ടിലെ മൊത്തം ആനകളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം? അപ്പോൾ വലിയതുമ്മി പറഞ്ഞു, ഉറപ്പാണ്, നമ്മൾ കൊണ്ടുപോകുന്ന ഈ ആനകളുടെ ദേഹത്തെല്ലാം ഏതോ ബാധ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവയ്ക്ക് വനത്തിൽ നിന്നുമുള്ള മറ്റ്
ആനകളുടെ ഗന്ധം കിട്ടുന്നുണ്ട്. അതാണ് അവ ഇത്രയും അസ്വസ്ഥമാകുന്നത്. ഇത്രയും കേട്ടതും അടുത്തു നിന്ന ഒരു ആനക്കാരൻ പറഞ്ഞു, എന്താ നിങ്ങൾ പറഞ്ഞ് നമ്മൾ കാട്ടിലെ ആനകളെ തൂത്തുവരിയുന്നു? ഓഹോ, എല്ലാ ആനകൾക്കും മനസ്സിലായിട്ടുണ്ട് ആനയുടെ സീസൺ കഴിഞ്ഞുവെന്ന്. ഇന്ന് രാത്രിയിൽ അപ്പോൾ വലിയതുമ്മി ചോദിച്ചു, ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കാനാണ്? കുഞ്ഞുതുമ്മി, ഞാൻ നിന്നോട് പറയാം. ആന സീസൺ തീർന്ന വിവരം എല്ലാ ആനകൾക്കും അറിയാം. ഉറപ്പായും ഇന്ന് രാത്രിയിൽ അവ ആന നൃത്തം വെക്കും. ക്യാമ്പിലെ നിന്റെ അച്ഛൻ ഇന്ന് എല്ലാ ആനകളെയും ഇരട്ടച്ചങ്ങലയിട്ട് പൂട്ടണ്ടായി വരും. കഴിഞ്ഞ 40 വർഷമായി തലമുറയായിട്ട് ഞങ്ങൾ ആനകളെ പരിപാലിച്ചുകൊണ്ട് വരികയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ആന നൃത്തം വെക്കുന്നതിനെ പറ്റി. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നാട്ടിൽ ജീവിക്കുന്നവർക്ക് അവരുടെ കുടിലിനുള്ളിലെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ വനത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആനകളെ തളയ്ക്കാതെ ഒന്ന് വിട്ടുനോക്ക്. അപ്പം അറിയാമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. അതുമാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആനകൾ നൃത്തം വയ്ക്കുന്ന സ്ഥലങ്ങൾ. ഹോ, ഈ മലകൾക്ക് എന്ത് ചുറ്റാണ്. വലുതും ഈ വിഷയത്തിൽ നിന്നും മാറി. അങ്ങനെ കൊച്ചു കൊച്ചു വഴക്കുകളിട്ടും നദികളിലും മറ്റും നീന്തിയുമെല്ലാം അവർ അവരുടെ യാത്ര മുന്നിലേക്ക് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പതിയെ അവരുടെ യാത്ര ഈ കുട്ടിയാനകളെ അല്ലെങ്കിൽ പുതിയ ആനകളെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള താൽക്കാലിക ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്നു. ക്യാമ്പുകളിലേക്ക് എത്തിയപ്പോഴേക്കും പുതിയ ആനകളുടെ പിരിമുറുക്കം ഒരുവിധം അവസാനിച്ചു കഴിഞ്ഞു. നാട്ടാനകളുടെ കാലുകളിലെ പിൻകാലുകളും ഒരു വലിയ കുറ്റിയുമായി അവർ ബന്ധിപ്പിച്ചു. അതുപോലെ തന്നെ പുതിയ കാട്ടാനകളെ അവർ കൂടുതൽ വടം ഉപയോഗിച്ച് ബന്ധിച്ചു. ആനകൾക്കു വേണ്ട തീറ്റയും മറ്റും അവർ ഇട്ടുകൊടുത്തു. അതിനുശേഷം മലയിലെ താമസക്കാരായ ആനക്കാർ പീറ്റേഴ്സൺ സാഹിബിന്റെ അരികിലേക്ക് തിരികെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്നത്തെ രാത്രി നിങ്ങൾ വളരെ ജാഗ്രതയോടെ വേണം ഇരിക്കുവാൻ. ഇന്ന് ഉറപ്പായും വനത്തിൽ ആനകളുടെ നൃത്തം ഉണ്ടാകും. നേരം സന്ധ്യ ആയപ്പോഴേക്കും കൊച്ചുതൂമി കാലാനാഗിനുള്ള ആഹാരം കൊടുത്ത ശേഷം അവിടെയുള്ള ക്യാമ്പുകളിലെല്ലാം അവനൊരു കൊച്ചു ചെണ്ട അന്വേഷിച്ച് നടന്നു. കാരണം അവന്റെ മനസ്സ് ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഒരു ഇന്ത്യക്കാരനായ കുട്ടി അവന് സന്തോഷം വരുമ്പോൾ ചുമ്മാതെ കടന്ന് ഒച്ച വെക്കാറില്ല. എവിടെയെങ്കിലും പോയി അവൻ ആഹ്ലാദിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പീറ്റേഴ്സൺ സാഹിബ് അവനോടാണ് സംസാരിച്ചിരിക്കുന്നത്. അവൻ അന്വേഷിക്കുന്ന സാധനം അവന് കിട്ടിയില്ലെങ്കിൽ ആ ചെറുക്കന് എന്തെങ്കിലും അസുഖം വരും. ക്യാമ്പിലെ ഒരു മിഠായി കച്ചവടക്കാരൻ അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കൊച്ചു ചെണ്ട അവന് കൊടുത്തു. ചെണ്ട അവന് കിട്ടിയപ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതിയെ കാലാനാഗിന്റെ അരികിലേക്ക് വന്നു. അവന്റെ പിൻകാലുകളിലേക്ക് ചാരിയിരുന്ന് പതിയെ ചെണ്ട കൊട്ടുവാൻ ആരംഭിച്ചു. അവൻ ആ കൊട്ടുന്ന ചെണ്ടയുടെ ശബ്ദത്തിന് ഒരു താളമോ ഈണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കൊട്ടുംതോറും അവന്റെ ഉള്ളിലേക്ക് സന്തോഷം വന്നുകൊണ്ടേയിരുന്നു. ആ സമയം അവൻ അനുഭവിക്കാൻ കഴിഞ്ഞത് ഇവയെല്ലാമാണ്. പുതുതായി അവിടെ തളയ്ക്കപ്പെട്ട ആനകൾ വടങ്ങൾ വലിച്ചു പൊട്ടിക്കുവാൻ ശ്രമിക്കുന്നതിന്റെയും ഉച്ചത്തിൽ അമറുന്നതിന്റെയും അലറുന്നതിന്റെയും പിന്നെ അവന്റെ ക്യാമ്പിൽ അവന്റെ അമ്മ തന്റെ കുഞ്ഞനിയനെ ഉറക്കുവാൻ വേണ്ടി താരാട്ടുപാട്ട് പാടിക്കൊടുക്കുന്നതുമാണ്. അങ്ങനെ പതിയെ കൊച്ചുതോമി ആ താരാട്ടുപാട്ടും കേട്ട് അതിന്റെ താളത്തിൽ ടങ് ടങ് എന്ന് കൊട്ടി പതിയെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കാലാനാഗിന് കൊടുക്കുവാൻ ഇട്ടിരുന്ന തീറ്റയുടെ മുകളിൽ കയറി കിടന്നു. ക്യാമ്പുകളിലെ ആനകൾ എല്ലാവരും ഉറങ്ങുവാൻ ആരംഭിച്ചു. അവസാനം കാലാനാഗ് മാത്രം അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായി അവൻ കണ്ടു. എന്നാൽ ഉറക്കം വരാതെ കാലാനാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടും ചെവികൾ ആട്ടിക്കൊണ്ടുമിരുന്നു. മലകളെ ചുറ്റിയടിക്കുന്ന കാറ്റ് അവൻ ചെവികൾ വട്ടം പിടിച്ച് ശ്രവിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രിയുടെ അന്തരീക്ഷം ശാന്തമായിരുന്നു, നിശബ്ദമായിരുന്നു. കൊച്ചുതമ്മി ആ നിശബ്ദതയിൽ കടന്ന് പതിയെ ഉറങ്ങി. അപ്പോഴും കാലാനാഗ് ഉറങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കൊച്ചുതമ്മി ആ ഉറക്കത്തിൽ നിന്നും പതിയെ കണ്ണു തുറക്കുന്നത് ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ്. അങ്ങ് അകലെ ദൂരെ നിന്ന് എവിടെ നിന്നോ ഒരു കാട്ടാനയുടെ ചീറ്റിലാണ് കൊച്ചുതമ്മി കേട്ടത്. ആ കാട്ടാനയുടെ ചീറ്റൽ കേട്ടതോടെ ആ വരിയിൽ ഉണ്ടായിരുന്ന ആനകളെല്ലാം വെടികൊണ്ട പന്നിയെ പോലെ വളരെ വേഗം ചാടി എഴുന്നേറ്റു. എന്നിട്ട് കൂട്ടമായി അവ അലറാനും അമറാനും തുടർന്നു. അത് അവിടെ ഉറങ്ങിക്കിടന്ന പാപ്പാന്മാരെ എല്ലാം ഉണർത്തി. ബഹളമൊന്ന് അടങ്ങുന്നത് വരെ അവിടുത്തെ പാപ്പാന്മാർ ഓടി നടന്ന് മരക്കുറ്റികൾ വലിയ ചുറ്റികൾ കൊണ്ട് അടിച്ചുറപ്പിക്കുകയും വടങ്ങൾ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി കെട്ടുകയും ചെയ്തു. പുതിയ ആനകളിൽ ഒന്ന് അവനെ തളച്ചിട്ടിരുന്ന കുറ്റികളിൽ ഒന്ന് മുഴുവനോടെ തന്നെ പിഴുതെടുത്തിരുന്നു. അങ്ങനെ അവൻ കുറ്റിയൂരിയതോടെ വല്യതൂമി കാലാനാഗിനെ ബന്ധിപ്പിച്ചിരുന്ന ചെങ്ങല അഴിച്ചുകൊണ്ടുപോയി ആ പുതിയ ആനയുടെ മുൻകാലുകളും പിൻകാലുകളും തമ്മിൽ ബന്ധിപ്പിച്ചു. വല്യതൂമി കാലാനാഗിന്റെ അരികിലേക്ക് വന്ന് ഒരു കയറെടുത്ത് കാലാനാഗിന്റെ പിൻകാലുകളിൽ കെട്ടി ഒരു കുറ്റിയിലേക്ക് കെട്ടി. അതിനുശേഷം അവനോട് പറഞ്ഞു, നിന്റെ കാല് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ടെന്ന് നീ ഓർക്കണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, വലിയതൂമിയും വലിയതൂമിയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനുമെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം കാലാനാഗ് ഒരു മൂടലിലൂടെ പ്രതികരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അതുണ്ടായില്ല.
എന്നാൽ കാലാനാഗ് ചെയ്തത് അവിടെ തല ഉയർത്തി അവന്റെ ചെവികൾ വിടർത്തി ഗ്യാരോ മലനിരകളിലേക്ക് നോക്കി നിൽക്കുക മാത്രമാണ്. രാത്രിയിൽ കാലാനാഗ് അസ്വസ്ഥമാകുകയാണെങ്കിൽ നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. കൊച്ചുതുമ്മിയോട് പറഞ്ഞതിന് ശേഷം വലിയതുമ്മി ക്യാമ്പിലേക്ക് ഉറങ്ങുവാൻ പോയി. എല്ലാം കഴിഞ്ഞ് കൊച്ചുതുമ്മി ഒന്ന് ഉറങ്ങുവാൻ തുനിഞ്ഞ സമയമാണ് അവൻ ആ ശബ്ദം കേൾക്കുന്നത്. വണം പൊട്ടുന്ന ശബ്ദം. പിന്നെ അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാലാനാഗ് വരിയിൽ നിന്നും പതിയെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ്. കൊച്ചുതുമ്മി വിട്ടുകൊടുത്തില്ല. നഗ്നപാതനായി അവനും കാലാനാഗിന്റെ പുറകിന് ഓടി. കാലാനാഗ്, കാലാനാഗ്, എന്നെയും കൂടി കൊണ്ടുപോ കാലാനാഗ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട കാലാനാഗ് പതിയെ പിന്നോക്കം വന്ന് കൊച്ചുതുമ്മിയെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുത്ത് അവന്റെ പുറത്ത് വെച്ചതിന് ശേഷം അവനൊന്ന് ഉച്ചത്തിൽ ചിരിക്കുന്നതിന് മുന്നേ അവിടെ നിന്നും അവനെയും കൊണ്ട് വനം കയറി. അതെല്ലാം കണ്ടുകൊണ്ട് ക്യാമ്പിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു ആനയുടെ ചിഹ്നം വിളി മുഴങ്ങിയിരുന്നു. അതോടെ ക്യാമ്പ് ശാന്തവുമായി. കാലാനാഗ് ഒന്നും വകവെക്കാതെ വനത്തിനുള്ളിലൂടെ മുന്നിലേക്ക് നീങ്ങി. വനത്തിനുള്ളിൽ ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുല്ലുകൾ കപ്പലിനെ തഴുകുന്നത് പോലെ അവരെ തഴുകി തലോടി കടന്നുപോയി. കാട്ടുവള്ളികൾ അവന്റെ ശരീരത്തിൽ തട്ടുകയും മുളകൾ അവന്റെ ശരീരത്തിൽ ഉരഞ്ഞ് കിറുകിറ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവൻ വളരെ നിശബ്ദനായി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. കൊടും കാടായ ഗ്യാരോവനം ഒരു പുകമറയാണെന്ന മട്ടിലായിരുന്നു കാലാനാഗ് അതിനുള്ളിലൂടെ നടന്നുകൊണ്ടിരുന്നത്. കാലാനാഗ് നടന്നു കയറുന്നത് ഗാരോ മലനിരകളിലേക്കാണ്, മുകളിലേക്കാണ് നടന്നു കയറുന്നത്. മരങ്ങൾക്കിടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് അവനെ നക്ഷത്രങ്ങളെ കാണുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഏത് ദിശയിലേക്കാണ് അവൻ സഞ്ചരിക്കുന്നത് മാത്രം കൊച്ചുതുമ്മിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ആ നടത്തം വന്ന് അവസാനിച്ചത് ഒരു മലയുടെ മുകളിലായിരുന്നു. അപ്പോൾ കൊച്ചുതുമ്മിക്ക് ആ നിലാവിന്റെ വെളിച്ചത്തിൽ മൈലുകളോളം പടർന്നു നിൽക്കുന്ന മരങ്ങളുടെ തലപ്പ് കാണാൻ സാധിക്കുമായിരുന്നു. അതിനോടൊപ്പം നദിയുടെ മുകളിൽ പരന്നൊഴുകുന്ന മൂടൽ മഞ്ഞും. പതിയെ കാലാനാഗിന്റെ പുറത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് നോക്കി. അപ്പോൾ അവന് മനസ്സിലായത് കാട് മുഴുവൻ ഉണർന്നിരിക്കുന്നു എന്നതാണ്. കാടിന് ഒരു നിമിഷത്തേക്ക് ജീവൻ വെച്ചതുപോലെ, തിരക്ക് വന്നതുപോലെ. പെട്ടെന്ന് ഒരു കടവാവൽ അവന്റെ ചെവിയിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പറന്നകന്നു. പിന്നെ അവൻ കണ്ടത് കുറ്റിക്കാടിൽ ഇരുന്നു കൊണ്ട് ഒരു മുള്ളംപന്നി അവന്റെ മുള്ളു വിറപ്പിക്കുന്ന കാഴ്ചയാണ്. പിന്നെ അറിയുവാൻ അവന് സാധിച്ചത് കുറ്റിക്കാടിൽ എവിടെയോ ഇരുന്ന് ഒരു കരടി നനഞ്ഞ മണ്ണ് കുഴിക്കുന്ന ശബ്ദമാണ്. അതിനിടയ്ക്ക് ആ കരടി അതിന്റെ മണവും പിടിക്കുന്നുണ്ട്. വീണ്ടും മരച്ചില്ലകൾ അവന്റെ കാഴ്ചയെ മറയ്ക്കുവാൻ തുടങ്ങി. കാലാനാഗ് അവന്റെ മുന്നിലോട്ടുള്ള പ്രയാണം തുടർന്നു. താഴ്വരയിലേക്ക് ഇറങ്ങിയാണ് ഈ തവണ കാലാനാഗ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഈ പോക്കിൽ കാലാനാഗ് നിശബ്ദനായിരുന്നില്ല. ചീറി അലറുന്ന ഒരു വെടിയുണ്ട പോലെയായിരുന്നു. അവന്റെ ഓരോ ചുവടും 8 അടിക്ക് തുല്യമെന്ന കണക്കിലാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വളരെ വേഗം. അവൻ അങ്ങനെ സഞ്ചരിക്കുന്ന പാതയിൽ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകൾ ഒരു പേപ്പർ കീറുന്ന ലാഘവത്തോടെ അവൻ ഇരുവശത്തേക്കും വകുത്തു മാറ്റി. അവന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വൃക്ഷത്തൈകൾ അവൻ കുത്തിയിട്ടു. തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയും കുലുക്കിയും കാലാനാഗ് വളരെ വേഗം തന്നെയാണ് വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചത്. അങ്ങനെയുള്ള സഞ്ചാരപാതയ്ക്കിടയിൽ കാട്ടുവള്ളികൾ അവന്റെ കൊമ്പിൽ കുരുങ്ങിക്കിടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ വിശാലമായ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊച്ചുതൂമി അങ്ങനെ കിടന്നു. അത് വേറൊന്നും കൊണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വേഗം സഞ്ചരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ല അവനെ തട്ടി താഴെയിടുമെന്ന് അവൻ ഭയന്നിരുന്നു. ഒരു നിമിഷത്തേക്ക് കൊച്ചുതൂമി ഇവന്റെ കൂടെ വരണ്ട എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. ക്യാമ്പിനുള്ളിൽ നിന്നാ മതിയായിരുന്നുവെന്ന് അവൻ ചിന്തിച്ചുപോയി. അത്രയും ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നപ്പോൾ ഏതോ ഒരു ചതുപ്പിൽ വന്ന് വീണതായി അവന് തോന്നി കൊച്ചുതുമ്മിക്ക്. കൊച്ചുതുമ്മി പതിയെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാലാനാഗ് തന്റെ കാലുകൾ വലിച്ചൂരി മുന്നിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ്. അതെ, ഏതോ ഒരു ചതുപ്പിൽ അവന്റെ കാലുകൾ താഴുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൽ നിന്നും രക്ഷ നേടുവാൻ അതെല്ലാം വലിച്ചുരിഞ്ഞ് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവൻ മുന്നിലേക്ക് നീങ്ങുകയാണ്. താഴ്വരയിലെ മഞ്ഞിൽ കൊച്ചുതൂമി തണുത്തു വിറച്ചു. പിന്നീടുള്ള കാലാനാഗിന്റെ യാത്ര ആഴമേറിയ നദിയിലൂടെയായിരുന്നു. വളരെ ശ്രദ്ധാപൂർവമാണ് കാലാനാഗ് ഓരോ അടിയും മുന്നിലേക്ക് വെച്ച് നടന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കാലാനാഗിന്റെ ശബ്ദമല്ലാതെ മറ്റു ചില ശബ്ദങ്ങളും കൂടി വെള്ളക്കൂടി നടന്നു വരുന്നതായി അവന് കൊച്ചുതുമ്മിക്ക് അറിയുവാൻ സാധിച്ചു. കൊച്ചുതുമ്മി എന്താണെന്നറിയുവാൻ വേണ്ടി അവന്റെ കാതുകൾ കൂർപ്പിച്ചു. വെള്ളം ഇളകി മറിയുന്നതിന്റെയും ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ചിന്നമ്പിളി ഉയരുന്നതിന്റെയും ശബ്ദവും അവന് കേൾക്കുവാൻ സാധിച്ചു. ഭയങ്കരമായ മുരൾച്ചയും ദേഷ്യത്തോടുള്ള ചീറ്റലുമായിരുന്നു അത്. അവന് ചുറ്റും മൂടൽമഞ്ഞാൽ നിറഞ്ഞു കിടക്കുകയാണ്. അടുത്തുള്ളതൊന്നും അവന് കാണുവാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരു നിഴൽ പോലെയാണ് തോന്നുന്നത്. അവൻ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു. ഹൈ, അവന് ചുറ്റും വലിയൊരു ആനക്കൂട്ടം.
ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുന്നല്ലോ, അവൻ അവനോട് തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ ഉറപ്പിച്ചു ഇത് നൃത്തം തന്നെ. കൊച്ചുതുമ്പിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോഴേക്കും കാലാനാഗ് നദിയിൽ നിന്നും ഇറങ്ങി കരയിലേക്ക് കയറി. അവൻ തുമ്പിക്കൈയിൽ നിന്നുമെല്ലാം വെള്ളം കുടഞ്ഞു കളഞ്ഞ് വീണ്ടും മുകളിലേക്കുള്ള അവന്റെ യാത്ര തുടർന്നു. ഇപ്രാവശ്യം മുകളിലേക്കുള്ള അവന്റെ പ്രയാണം ഒറ്റയ്ക്കായിരുന്നില്ല. അവന്റെ പിന്നിലും വശങ്ങളിലുമായി ധാരാളം കാട്ടാനകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ അവന് മുന്നിലേക്കുള്ള പാത തെളിക്കേണ്ടായും വന്നില്ല. കാലാനാഗിന് മുന്നിലായി 6 അടി വീതിയിൽ കാട്ടുപാത നേരത്തെ തന്നെ തെളിച്ചിട്ടിരുന്നു. കുറച്ചു സമയം മുന്നേ ഇതുവഴി കടന്നുപോയ കാട്ടാനകളായിരിക്കണം അവന് മുന്നിൽ ഈ വഴി തെളിച്ചിട്ടിരുന്നത്. അവരുടെ കാൽപാദങ്ങൾക്കടിയിൽ അകപ്പെട്ട പുൽനാമ്പുകൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചുതൂമി കാലാനാഗിന്റെ പുറത്തിരുന്നു കൊണ്ട് പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ചുവന്ന് തീക്കണൽ പോലെ തിളങ്ങുന്ന 2 കണ്ണുകൾ കൊച്ചുതുമ്പി കണ്ടു. അത് മഞ്ഞുമൂടിയ നദിയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മരങ്ങളുടെ ചില്ലകളാൽ ആ കാഴ്ചയും അവന് മുന്നിൽ മറയ്ക്കപ്പെട്ടു. അങ്ങനെ വീണ്ടും കാലാനാഗും കൊച്ചുതുമ്പിയും മുകളിലേക്കുള്ള പ്രയാണം തുടർന്നു. അവരുടെ ഇരുവശങ്ങളിൽ നിന്നും ചിന്നംവിളി ഉയരുന്നതിന്റെയും ചില്ലക്കമ്പുകൾ ഒടിയുന്നതിന്റെയും ശബ്ദം കേൾക്കാമായിരുന്നു. മുകളിലേക്ക് എത്തിച്ചേർന്ന കാലാനാഗ് 2 മരങ്ങൾക്കിടയിൽ അവൻ സ്ഥാനം ഉറപ്പിച്ചു. 3-4 ഏക്കറുകളിലായി വളർന്നു കിടക്കുന്ന നിരപ്പല്ലാത്ത ഒരു പ്രദേശത്തായിരുന്നു കാലാനാഗ് എത്തിച്ചേർന്നത്. അവിടെ വൃത്താകൃതിയിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അങ്ങനെയുള്ള മരങ്ങൾക്കിടയിലാണ് കാലാനാഗും അവന്റെ നില ഉറപ്പിച്ചത്. കൊച്ചുതൂമി കാലാനാഗിന്റെ പുറത്തിരുന്നു കൊണ്ട് ചുറ്റും നോക്കി. അവന് കാണാൻ കഴിയുന്ന അത്രയും സ്ഥലം ചവിട്ടി മെതിച്ച് നിരപ്പാക്കി ഉറപ്പിച്ച രീതിയിലായിരുന്നു. അങ്ങനെ നിരപ്പായ പ്രദേശങ്ങൾക്കിടയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആ മരങ്ങളുടെ തൊലി ഉരച്ചു കളഞ്ഞ് ഉള്ളിലെ വെള്ളത്തൊലി കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അത് ചന്ദ്രന്റെ നിലാവിൽ മിന്നി തിളങ്ങി നിന്നു. അങ്ങനെ വെള്ളതൂകിയ നിലാവിൽ വെളുത്ത നിറത്തിൽ കാണപ്പെട്ട ആ മരത്തിന്റെ ചില്ലുകളിലും മറ്റും പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടികളിലും മറ്റും വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതിനു ചുറ്റുമുള്ള വെളിപ്രദേശങ്ങളിലൊന്നും ഒരു പുൽനാമ്പ് പോലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം കാട്ടാനകൾ ചവിട്ടി മെതിച്ച് ഒരു തറ പോലെ ഒരുക്കിയിരുന്നു. കൊച്ചുതുമ്മി ആ നിലാവിന്റെ വെളിച്ചത്തിൽ ചുറ്റുപാടും നോക്കി. ആന ചവിട്ടി മെതിച്ച് നിരപ്പാക്കിയിട്ട സ്ഥലത്തിന് ചാരനിറവും, എന്നാൽ ആ നിലാവിന്റെ വെളിച്ചത്തിൽ ആനയുടെ നിറം മാത്രം മഷിക്കറപ്പിലും അവന് കാണുവാൻ സാധിച്ചു. അതിശയത്തോടെ കൊച്ചുതുമ്മി ആ കാഴ്ചകളെല്ലാം നോക്കി നിന്നു. അവൻ നോക്കി നിൽക്കെ ആ പ്രദേശത്തേക്ക് മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും കൂടുതൽ ആനകൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. കൊച്ചുതൂമിക്ക് 10 വരെ എണ്ണാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവന്റെ കൈകളിൽ അവൻ പല പ്രാവശ്യം 10 വരെ എണ്ണി. പിന്നീട് എപ്പോഴോ അവൻ എണ്ണം തെറ്റി. അവന് തല കറങ്ങി. കുന്നിൻ ചെരുവിലൂടെ മല കയറി വരുന്ന ആനകളുടെ കാലടി ശബ്ദങ്ങൾ അവന് കേൾക്കുവാൻ സാധിച്ചു. കുന്നിൻ ചെരുവ് കയറി മുകളിലോട്ട് വരുന്ന ആനകളുടെ കാലടി ശബ്ദങ്ങളും അവന് വീണ്ടും വീണ്ടും കേൾക്കുവാൻ സാധിച്ചു. അങ്ങനെ ചവിട്ടി അരച്ച് കയറി വരുന്ന കാട്ടാനകൾ വെളിംപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രേതാത്മാക്കൾ പോലെ അവിടെയെല്ലാം അങ്ങനെ അലഞ്ഞ് ഒഴുകി നടക്കും. ആ കൂട്ടത്തിൽ വെളുത്ത നിറമുള്ള നീണ്ട കൊമ്പുകളുള്ള കൊമ്പന്മാരും ഉണ്ടായിരുന്നു. അവയുടെ കഴുത്തിന്റെയും ചെവിയുടെയും ചുളുങ്ങിയ മടക്കുകൾക്കിടയിൽ പഴങ്ങളും ഉണങ്ങിയ ഇലകളും പറ്റിപ്പിടിച്ച് നിൽക്കുന്നതും കാണാൻ സാധിക്കുമായിരുന്നു. അതുമാത്രമായിരുന്നില്ല, പിടിയാനകളും അവയുടെ കുഞ്ഞുങ്ങളും കൊമ്പ് മുളച്ചു വന്ന കുട്ടിക്കൊമ്പന്മാരും വയസ്സായ ആനകൾ, ഒറ്റയാന്മാർ, അങ്ങനെ നിരവധി ആനകൾ വെളിംപ്രദേശത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ചെളി നിറഞ്ഞു നിന്ന പ്രദേശത്ത് കൂടി കടന്നു വന്നുകൊണ്ടായിരിക്കണം അവയുടെ ശരീരത്തിൽ നിന്നും ചെളി ഉതിർന്നു വീഴുന്ന ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അവിടെ കൊച്ചുതൂമിക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ ഇവയായിരുന്നു. ചിലർ പരസ്പരം തല ഉരുമി അവിടെ നിൽക്കുന്നു. ചിലർ ജോഡികളെ പോലെ മുന്നിലും പിന്നിലുമായി നടക്കുന്നു. മറ്റൊരുവൻ ഒടിഞ്ഞ കൊമ്പുമായി കടുവ മാന്തിയ പാടുമായി അവിടെ രോക്ഷാകുലനായി നടക്കുന്നു. അങ്ങനെ പലതരം ആനകളെയും അവന് അവിടെ കാണുവാനും വീക്ഷിക്കുവാനും സാധിച്ചു. അവന്റെ കുഞ്ഞു മനസ്സിലേക്ക് ഭയം വന്ന് നിറയുവാനും തുടങ്ങിയിരുന്നു. കാലാനാഗിന്റെ പുറത്തേക്ക് അവൻ പറ്റിക്കിടന്നു. എന്നിട്ട് അവൻ ചിന്തിച്ചു, ഗദയിൽ പോലും കാട്ടാനകളും നാട്ടാനകളുമായി യുദ്ധം ചെയ്യുമ്പോൾ പോലും നാട്ടാനകളുടെ പുറത്തിരിക്കുന്ന ആളുകളെ കാട്ടാനകൾ വലിച്ച് താഴേക്കിടാറില്ല. അതുമാത്രമല്ല, ഈ സാഹചര്യത്തിൽ അവർ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നുമില്ലല്ലോ. അതിനാൽ അനങ്ങാതെ കാലാനാഗിന്റെ പുറത്ത് പറ്റിപ്പിടിച്ച് അവൻ അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കാൽച്ചങ്ങലയുടെ ശബ്ദം കേട്ടു. അപ്പോൾ മാത്രമാണ് ആനകൾ പരിഭ്രാന്തരായി അവിടേക്ക് ചെവി കൂർപ്പിച്ചു നിന്നത്. കൊച്ചുതുമി ചെങ്ങലയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മൾ മുന്നേ പറഞ്ഞ പീറ്റേഴ്സൺ സാഹിബിന്റെ പ്രിയപ്പെട്ട ആനയായ പത്മിനിയായിരുന്നു. അവൾ പീറ്റേഴ്സൺ
ഹസൻ സാഹിബിന്റെ ക്യാമ്പിൽ നിന്നും നേരിട്ട് ഓടി ഇവിടേക്ക് വന്നതാണ്, അവളെ തളച്ചിട്ട കുത്തി തകർത്തുകൊണ്ട്. പിന്നെ മറ്റൊരു ആനയും കൂടി അവിടെ കൊച്ചുതോമിക്ക് കാണുവാൻ സാധിച്ചു. അവനെ പരിചയമില്ലാത്ത ഒരാന മലകളിലെ ഏതെങ്കിലും ക്യാമ്പിൽ നിന്നും ഇവിടേക്ക് ഓടിയെത്തിയതായിരിക്കണം. പാവം, അവന്റെ ശരീരത്തിലേക്ക് വടങ്ങൾ ആഴത്തിലിറങ്ങിയ മുറിപ്പാടും വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കാട്ടാന കൂടി മലയിറങ്ങി അവരുടെ ആ തുറസായ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കാലാനാഗും അവിടേക്ക് കുറുങ്ങി ആനകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. കൂടെ മറ്റ് ആനകളും കാലാനാഗിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് കടന്നുകൊണ്ട് ആ കാഴ്ചകളെല്ലാം അവൻ നോക്കിക്കണ്ടു. നൂറുകണക്കിന് മുതുകുകൾ അവൻ കണ്ടു, ആടുന്ന ചെവികൾ അവൻ കണ്ടു, മുകളിലേക്ക് ഉയർന്നു വരുന്ന തുമ്പിക്കൈകൾ അവന് കാണുവാൻ സാധിച്ചു, കൊച്ചു വെളുത്ത കണ്ണുകളും അവൻ കണ്ടു. അതെല്ലാം അവൻ ആവോളം ആസ്വദിച്ചുകൊണ്ട് കാലാനാഗിന്റെ പുറത്ത് അങ്ങനെ പതിയെ അള്ളിപ്പിടിച്ചു കിടന്നു. അല്പം സമയം കഴിഞ്ഞു കാണണം, ഒരു മേഘം ചന്ദ്രനെ മൂടി. അതോടെ ആ പ്രദേശം കൂരിരുട്ടിലേക്ക് മാറി. അപ്പോൾ അവന്റെ കാതുകൾ അവൻ വട്ടം പിടിച്ചു. അപ്പോൾ പലതരം ശബ്ദം അവന് കേൾക്കുവാൻ സാധിച്ചു. ആനകളുടെ കൊമ്പുകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, കെട്ടുപിടഞ്ഞു കിടക്കുന്ന തുമ്പിക്കൈകളുടെ മർമ്മരം, മുതുകുകളും ശരീരവും തമ്മിൽ കൂട്ടിയിരയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അങ്ങനെ പലതരം ശബ്ദങ്ങൾ അവന് കേൾക്കുവാൻ സാധിച്ചു. എന്നാൽ ആ ഇരുട്ടിലും ആനകളുടെ കുറുങ്ങലും ചലനങ്ങളും ഒന്നും നിലച്ചില്ല. അവയങ്ങനെ അനങ്ങിക്കൊണ്ടേയിരുന്നു. കൊച്ചുതൂമിക്ക് ഒരു കാര്യം നല്ലപോലെ അറിയാമായിരുന്നു, കാലാനാഗിന് ചുറ്റും നൂറുകണക്കിന് ആനകളുണ്ടെന്ന്. അവിടെ നിന്നും അവനെ വിടിവിച്ചുകൊണ്ടു പോകുന്നത് അസാധ്യമായ കാര്യമാണെന്നും. അതിനാൽ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ അവന്റെ തണുത്തു വിറയ്ക്കുന്ന പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് കാലാനാഗിന്റെ മുതുകിൽ കെട്ടിപ്പിടിച്ച് അവൻ അങ്ങനെ കിടന്നു. ഇപ്പോൾ ക്യാമ്പിലായിരുന്നെങ്കിൽ പന്തത്തിന്റെ വെളിച്ചമോ അല്ലെങ്കിൽ ആനക്കാരുടെ ശബ്ദമോ കേൾക്കാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് അവിടെ നിന്നും ഒരു ആനയുടെ ഉച്ചത്തിലുള്ള അലർച്ച അവൻ കേൾക്കുവാൻ ഇടയായത്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കൊച്ചുതൂമിക്ക് കേൾക്കുവാൻ സാധിച്ചത് ആ ചിഹ്നം വിളിയെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റാനകൾ അതിനൊപ്പം ചിഹ്നം വിളിക്കുന്നതാണ്. അതിനുശേഷം മുകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ വെള്ളത്തുള്ളികൾ പോലെ ആനകളുടെ ശരീരത്ത് തട്ടിത്തെറിക്കുവാൻ തുടങ്ങി. അതിനിടയിൽ ഒരാനയുടെ തുമ്പിക്കൈ അവന്റെ കാലിൽ വന്ന് സ്പർശിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ചെറിയൊരു മൂളൽ കേട്ടു. ആ ശബ്ദം മുന്നിലേക്ക് പോകുന്തോറും പതിയെ ഓടുവാനും തുടങ്ങി. പിന്നീട് അത് വലിയ ശബ്ദത്തിലായി. അതോടെ അവന്റെ കാലാനാഗിന്റെ മുൻകാലുകൾ ഉയർത്തി, മറ്റേ കാലുകളും ഉയർത്തി നിലത്തേക്ക് ശക്തമായി ചവിട്ടി. 1 2 3 1 2 3 1 2 3 ഇങ്ങനെ. ഒരു ഗുഹാമുഖത്ത് പെരുമ്പറകൾ കൊട്ടുമ്പോൾ എങ്ങനെയാണോ താളവും ശബ്ദവും ഉണ്ടാകുന്നത് അതുപോലെ നൂറുകണക്കിന് ആനകൾ അത് ഏറ്റുപിടിച്ചു. അല്പസമയത്തിന് ശേഷം വലിയൊരു പ്രകമ്പനം പോലെ അതവിടെ ഉയർന്നു കേട്ടു. കൊച്ചുതൂമി അവന്റെ ചെവികൾ പൊത്തിപ്പിടിച്ചു. അത്രയും വലിയ ശബ്ദമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ നൂറുകണക്കിന് ആനകൾ ഒരുമിച്ച് നിലത്തേക്ക് ഭൂമിയിലേക്ക് ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെ മറയ്ക്കുവാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ആനകൾ മുന്നിലേക്ക് നീങ്ങുന്നതായി തോന്നി. 2-3 അടി മുന്നിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും നിലത്തേക്ക് ആഞ്ഞു ചവിട്ടുന്നതും അവൻ അറിയുവാൻ സാധിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതായി അവൻ അറിയുവാൻ സാധിച്ചു. അതിന് കാരണം ആനകൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അവയുടെ കാലിന്റെ അടിയിൽപ്പെട്ട് പുല്ലുകൾ ചതഞ്ഞരയുന്ന ശബ്ദം കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. പിന്നീട് അവർ പിന്നോട്ട് പോയി വീണ്ടും ആ കാലടി ശബ്ദങ്ങൾ നിലത്തേക്ക് പൊക്കിയടിക്കും. അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോകും. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കാലാനാഗിന്റെ പുറത്തിരുന്ന കൊച്ചുതോമയ്ക്ക് ആ ശബ്ദമല്ലാതെ മറ്റൊന്നും ശ്രവിക്കുവാനായില്ല. പിന്നെ മറ്റൊന്നവൻ ശ്രവിച്ചിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ കുറച്ച് കുട്ടിയാനകൾ ഉച്ചത്തിൽ അലറുന്ന ശബ്ദം. അതല്ലാതെ 1-2 മണിക്കൂർ നീണ്ടുനിന്ന ആ കോലാഹലത്തിൽ മറ്റൊന്നും അവൻ കേട്ടില്ല. അവൻ ഇടയ്ക്ക് എപ്പോഴോ ഒരു മരക്കൊമ്പിലേക്ക് പിടിക്കുവാൻ നോക്കിയിരുന്നു. അപ്പോഴേക്ക് കാലാനാഗ് അവന്റെ കാലുകൾ നിലത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ അവന് ദിശ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കൊച്ചുതുമ്മി വേദനയാൽ ആകെ അസ്വസ്ഥനായിരുന്നു. രാക്കാടിന്റെ ഗന്ധത്തിൽ നിന്നും നേരം പുലരാൻ തുടങ്ങി എന്ന കാര്യം കൊച്ചുതൂമിക്ക് മനസ്സിലായി. കിഴക്കൻ ചക്രവാളത്തിൽ മലനിരകളുടെ പിന്നിൽ നിന്നും ഒരു മഞ്ഞ വെളിച്ചം അവിടേക്ക് പതിച്ചു. പുലരിയുടെ ആദ്യത്തെ കിരണത്തോടെ ആനകളുടെ മൂടലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നു. ആ കിരണം എന്തിനെയോ ആജ്ഞാപിച്ചതുപോലെയായിരുന്നു ആനകളുടെ മൂടലുകൾ അവസാനിച്ചത്. കൊച്ചുതൂമിയുടെ ചെവിയിലെ അല്ലെങ്കിൽ തലയിലെ ആ മുഴക്കം അവസാനിക്കുന്നതിന് മുന്നേ, അവനൊന്ന് നേരെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ മറ്റാനകൾ അവിടെ നിന്ന് കളം വിട്ടിരുന്നു. പിന്നീട് അവിടെ അവസാനിച്ചത് കാലാനാഗും പത്മിനിയും വടത്തിന്റെ പാട് വീണ ആനയും മാത്രമായിരുന്നു. അത് മാത്രമായിരുന്നില്ല, അവൻ അതുവരെ കണ്ട ആനയുടെ കൂട്ടം ആ മലയിൽ എവിടെ പോയി മറഞ്ഞെന്ന് അവന് മനസ്സിലായില്ല.
അവൻ വീണ്ടും വീണ്ടും ചുറ്റുപാടും നിരീക്ഷിച്ചു. എന്നാൽ അവർ നിൽക്കുന്ന ആ വെളിമ്പ്രദേശം ഒറ്റ രാത്രി കൊണ്ട് വികസിച്ചതായി അവന് തോന്നി. അതുപോലെ അവർ നിന്നിരുന്ന വെളിമ്പ്രദേശത്തിന് നടുവിൽ കൂടുതൽ മരങ്ങൾ നിൽക്കുന്നതായും അവന് തോന്നി. എന്നാൽ വെളിമ്പ്രദേശത്തിന്റെ അതിരിൽ നിൽക്കുന്ന കുറ്റിക്കാടുകളും ചെടികളുമെല്ലാം വകഞ്ഞു മാറ്റപ്പെട്ടിരുന്നു. കൊച്ചുതുമ്മി പിന്നീട് നോക്കിയത് അവർ ചവിട്ടി മെതിച്ചിരുന്ന ആ സ്ഥലത്തേക്കാണ്. അതെന്താണെന്ന് അവന് മനസ്സിലായി. ആനകൾ ചവിട്ടി മെതിച്ച് ആ വട്ടത്തിന്റെ വലിപ്പം കൂട്ടിയിരിക്കുന്നു. അവർ അവിടേക്ക് പുല്ലുകളും മുളങ്കമ്പുകളും ഇട്ട് ചവിട്ടി 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 അരച്ച് അതിനെ ചണ്ടിയാക്കി, വീണ്ടും ചണ്ടിയെ ചവിട്ടി അരച്ച് നാരാക്കി, ആ നാരിനെ വീണ്ടും ചവിട്ടി ചവിട്ടി തറയോട് ചേർത്ത് അതിനെ പാകപ്പെടുത്തിയിരിക്കുന്നു. അവൻ എന്താണ് കാര്യമെന്ന് പിടികിട്ടിയിരുന്നു. അപ്പോഴേക്കും പത്മിനി പീറ്റേഴ്സൺ സാഹിബിന്റെ ക്യാമ്പിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കൊച്ചുതൂമി കാലാനാഗിനോട് പറഞ്ഞു, ഏയ് കാലാനാഗ്, നമുക്കും പത്മിനിയുടെ കൂടെ പീറ്റേഴ്സൺ സാഹിബിന്റെ കൂടാരത്തിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഞാനിപ്പം നിന്റെ കഴുത്തിൽ നിന്നും തൂങ്ങി താഴേക്ക് വീഴും. അത്രയും ക്ഷീണിതനാണ് ഞാൻ. കാലാനാഗ് കൊച്ചുതൂമി പറയുന്നത് അനുസരിച്ചു. കാലാനാഗ് പത്മിനിയുടെ പുറകെ പീറ്റേഴ്സൺ സാഹിബിന്റെ ക്യാമ്പ് ലക്ഷ്യമാക്കി നടന്നു. പത്മിനിയും കാലാനാഗും പോകുന്നത് നോക്കി നമ്മൾ മുന്നേ പറഞ്ഞ വടത്തിന്റെ പാട് വീണ ആന അവിടെ തന്നെ നിന്നു. ഞങ്ങൾ പോകുന്നത് നോക്കി വീണ്ടും ഒന്ന് ഉച്ചത്തിൽ ചീറ്റി. അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങി. പിന്നെ അവനും അവന്റെ പാട് നോക്കിപ്പോയി. 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പീറ്റേഴ്സൺ സാഹിബിന്റെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. പീറ്റേഴ്സൺ സാഹിബ് പ്രാതൽ കഴിച്ച് പുറത്തേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ തലേന്ന് രാത്രിയിൽ ഇരട്ട ചെങ്ങലകളിട്ട് ബന്ധിപ്പിച്ച ആനകൾ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. നടന്ന് ക്ഷീണിച്ച് കാലാനാഗും പത്മിനിയും ക്യാമ്പിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു അത്. ക്യാമ്പിലേക്ക് എത്തിയപ്പോഴേക്കും കൊച്ചുതൂമി വളരെ ക്ഷീണിതനായിരുന്നു. ക്ഷീണിച്ച് അവന്റെ മുഖം കരിവാളിച്ചിരുന്നു. തലേന്ന് രാത്രിയിലെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ച അവന്റെ തലമുടിയിൽ ഇലകളും പറ്റിപ്പിടിച്ചിരുന്നു. പീറ്റേഴ്സൺ സാഹിബിനെ കണ്ടപ്പോൾ അത്രയും ക്ഷീണിതനായ അവൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് താഴ്ന്ന സ്വരത്തിൽ പീറ്റേഴ്സൺ സാഹിബിനോട് അവൻ പറഞ്ഞു, ആനകളുടെ നൃത്തം ഞാൻ കണ്ടു. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ ബോധരഹിതനായി കാലാനാഗിന്റെ കഴുത്തിൽ നിന്നും താഴേക്ക് വീണു. പിന്നീട് 2 മണിക്കൂറുകൾക്ക് ശേഷം കൊച്ചുതൂമി കണ്ണു തുറക്കുമ്പോൾ അവൻ കടന്നിരുന്നത് പീറ്റേഴ്സൺ സാഹിബിന്റെ തൂക്ക് കട്ടിലിലായിരുന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കോട്ട് അവന്റെ തലയ്ക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്ന അവന് ചെറു ചൂടുള്ള പാലിൽ ബ്രാൻഡിയും കൊയിനയും മിക്സ് ചെയ്ത മിശ്രിതം അവർ കൊടുത്തു. അതും കുടിച്ചുകൊണ്ട് വീണ്ടും അവൻ ആ കട്ടിലിൽ കിടന്നു. അപ്പോഴേക്കും അവന് ചുറ്റും ധാരാളം ആളുകൾ കൂടിയിരുന്നു. അതിൽ പ്രായമായ വേട്ടക്കാരും ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരായി നടന്ന കാര്യം എന്താണെന്ന് കൊച്ചുതൂമിയോട് ചോദിച്ചു. ഒരു കൊച്ചുകുട്ടി കഥ പറയുന്നത് പോലെ കൊച്ചുതൂമി അവിടെ അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവരോട് വിശദമാക്കി പറഞ്ഞു കൊടുത്തു. ഇത്രയും പറഞ്ഞ ശേഷം കൊച്ചുതൂമി ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അസത്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ വിട്ട് ആ പ്രദേശത്ത് അന്വേഷിക്കാം, തിരക്കാം. ആനകൾ ചവിട്ടി മെതിച്ച് അവരുടെ വൃത്തക്കളം വലുതാക്കിയതും അതിനടുത്ത് തന്നെ 100 കണക്കിന് ആനകളുടെ കാൽപ്പാടുകളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആനകൾ അവയുടെ കാലുകൾ ഉപയോഗിച്ചാണ് ആ തറയുടെ വലിപ്പം കൂട്ടിയത്. ഞാൻ എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. കാലാനാഗാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് അത് കണ്ടത്. ഞാനും കാലാനാഗും വളരെ ക്ഷീണിതനുമാണ്. അത്രയും പറഞ്ഞ ശേഷം വീണ്ടും അവൻ കട്ടിലിലേക്ക് ചാരി വീണ് കിടന്നുറങ്ങി. അവൻ ഉറങ്ങിയ സമയം പീറ്റേഴ്സൺ സാഹിബും മച്ചു അപ്പയും അവൻ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടി മടങ്ങി വന്ന ആ 2 ആനകളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഏകദേശം 15 മൈലുകളോളം സഞ്ചരിച്ചു. പീറ്റേഴ്സൺ സാഹിബ് ഏകദേശം 18 വർഷത്തോളം ആനകളെ പിടിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രമാണ് ആനകൾ നൃത്തത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലം കാണുവാൻ സാധിച്ചത്. എന്നാൽ പീറ്റേഴ്സൺ സാഹിബിന്റെ കൂടെ പോയ മച്ചുവപ്പയ്ക്ക് അത് കണ്ടപ്പോൾ തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ആ തറയിലൊന്ന് കാലൊരയ്ക്കേണ്ടതിൻ്റെയോ ആവശ്യകത വന്നില്ല. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. അപ്പോൾ തന്നെ അയാൾ പീറ്റേഴ്സൺ സാഹിബിനോട് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതെല്ലാം ഇന്നലെ സംഭവിച്ചിരിക്കുന്നതാണ്. ഞാൻ ഏകദേശം 70 ആനകളുടെ കാലടയാളമെങ്കിലും നദിക്കരയിൽ കണ്ടിട്ടുണ്ട്. അത് കണ്ടോ സാഹിബേ? അങ്ങയുടെ പത്മിനിയുടെ ചെങ്ങലകൾ ഉരഞ്ഞ പാട് ആ മരത്തിൽ കാണാം. അപ്പോൾ അവളും ഇവിടെ വന്നിരുന്നു. അവർ പരസ്പരം കണ്ണിൽ നോക്കി. ആനകളുടെ വഴികൾ മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. അവൻ വെളുത്തവനെന്നോ കറുത്തവനെന്നോ എന്നുമല്ല, അവർക്കും അറിവിലും അപ്പുറമാണ്. ഏകദേശം 45 വർഷമായി ഞാൻ ഈ വനത്തിൽ എൻ്റെ ജീവിതം ചെലവഴിക്കുന്നു ഒരു വേട്ടക്കാരനായി. ഞാനോ എനിക്കറിയാവുന്നവരോ ഇന്ന് പോലും
ആനകളുടെ നൃത്തം കണ്ടിട്ടില്ല. എന്നാൽ ആ കൊച്ചു അത് കണ്ടിരിക്കുന്നു. എന്റെ മലദൈവങ്ങളെ, എന്താണ് ഞാൻ പറയുക? മച്ചുവപ്പ ഒന്ന് തല കുടഞ്ഞു. അതിനുശേഷം ഇരുവരും തിരികെ ക്യാമ്പിലേക്ക് മടങ്ങി. ക്യാമ്പിൽ അവർ എത്തിയപ്പോഴേക്കും അത്താഴ സമയം ആയിരുന്നു. ക്യാമ്പിലേക്ക് എത്തിയ പീറ്റേഴ്സൺ സാഹിബ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ക്യാമ്പിലിരുന്ന് അത്താഴം കഴിച്ചു. ബാക്കിയുള്ളവർക്ക് ഒരു നല്ല വിരുന്ന് സൽക്കാരം തന്നെ അദ്ദേഹം കൊടുത്തിരുന്നു. വിരുന്ന് സൽക്കാരമെല്ലാം കഴിഞ്ഞ് ക്യാമ്പിലെ തീക്കണലിന്റെ വെളിച്ചത്തിൽ അവിടെ കെട്ടിയിരുന്ന ആനകളെല്ലാം ചുവന്ന് കാണപ്പെട്ടു. ആ സമയത്ത് അവിടേക്ക് മച്ചുവപ്പ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന് മച്ചുവപ്പ എന്നല്ലാതെ മറ്റേത് പേര് ചേരാൻ? 40 വർഷമായി അദ്ദേഹം നാട് കണ്ടിട്ട്, റോഡ് കണ്ടിട്ട്. പീറ്റേഴ്സൺ സാഹിബിന്റെ വലം കൈ. 40 വർഷമായി അദ്ദേഹം ചെലവഴിക്കുന്നത് വനത്തിലാണ്. അങ്ങനെയുള്ള ആൾക്ക് മച്ചുവപ്പ എന്നല്ലാതെ ഏത് പേര് ചേരാൻ? വേട്ടക്കാരുടെ തലവൻ. പെട്ടെന്ന് അങ്ങനെയുള്ള മച്ചുവപ്പ ചാടി എഴുന്നേറ്റ് അവിടെ ഇരുന്ന കൊച്ചുതൂമിയെ എടുത്ത് അദ്ദേഹത്തിന്റെ തലയുടെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കൂ. എടാ വേട്ടക്കാരെ, എടാ ആനപ്പാപ്പാന്മാരെ, എടാ കാട്ടുവാസികളെ, എല്ലാവരും ഇങ്ങോട്ട് വരണേ. ഞാൻ മച്ചുവപ്പ, വേട്ടക്കാരുടെ തലവൻ. എൻ്റെ കയ്യിരിക്കുന്ന ഈ കൊച്ചുകുഞ്ഞ് ഇനിയും കൊച്ചുതൂമി എന്നല്ല അറിയപ്പെടുന്നേ. അവൻ ഇനിയും അറിയപ്പെടാൻ പോകുന്നത് ആനകളുടെ തൂമി എന്നാണ്. അവൻ്റെ മുതുമുത്തച്ഛൻ അറിയപ്പെട്ടിരുന്നത് പോലെ. ഇതുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവൻ കണ്ടിരിക്കുന്നത്. ആനകളുടെയും കാട്ടുദൈവങ്ങളുടെയും അനുഗ്രഹമുള്ള ചെറുക്കനാണിവൻ. ഇവൻ ഒരു വലിയ നായാട്ടുകാരനാവും. എന്നെക്കാളുമെല്ലാം കേമനുമാകും. ഇവൻ ഇനിയും പുതിയ വഴികൾ കണ്ടുപിടിക്കും. പഴയ വഴികളും കെട്ടുപിണഞ്ഞു കിടക്കുന്നവയും. ഇനിയവൻ ഗദ്ധയ്ക്കിടയിലൂടെ, ആനകൾക്കിടയിലൂടെ ഓടി നടന്നാലും ആനകൾ അവനെ ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ അക്രമാസക്തനായി നിൽക്കുന്ന കൊമ്പന്റെ മുന്നിൽ അവൻ തെന്നി വീണാൽ പോലും അവനും ഇവനെ ഒന്നും ചെയ്യില്ല. കാരണം അവർക്കും ഇവനെ മനസ്സിലാകും. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.